എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 39-40 രണ്ട് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൃണ്വൻ സുഭദ്രാണി രഥാംഗവാണേ ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത് അസംഗ. ഭക്തന്മാരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന ജ്ഞാനപ്രകാശത്തെ ചക്രാകാരമായ ആയുധരൂപേണ കയ്യിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അവതാര കഥകളും അപ്പപ്പോ ചെയ്ത ഓരോ അത്ഭുത കർമ്മങ്ങളും അത് നിമിത്തം സിദ്ധിച്ച നാമങ്ങളും അതിശ്രദ്ധയോടെ കേൾക്കുകയും ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കണം. അതാണ് പറയുന്നത്. ആ ചക്രപാണിയായ സുദർശന ചക്രം ധരിച്ചിരിക്കുന്ന ദേവന്റെ സുഭദ്രാണി പൂജ്യജനകങ്ങളായ കഥകള് തദർത്ഥകാനി കേൾക്കുന്നവർക്ക് പുരുഷാർത്ഥത്തെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മാത്രം ഭഗവാനായി അനുഷ്ഠിക്കപ്പെട്ടവയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ജന്മാനി കർമാണി ജന്മങ്ങളെയും കർമ്മങ്ങളെയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവനും ഉറക്കെ അങ്ങനെ കീർത്തിക്കുന്നതിനും ഒരു ലജ്ജയൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഒന്നിലും ആസക്തി കൂടാതെ സഞ്ചരിക്കണം. കേൾക്കുന്നവരുടെയും കീർത്തിക്കുന്നവരുടെയും പാപങ്ങൾ സംഹരിച്ച് പരിശുദ്ധന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക ലീലകള് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. അവ അനന്തങ്ങളാണ് എന്നിരിക്കലും ലോകത്തില് സുപ്രസിദ്ധങ്ങളും മഹർഷിമാരാൽ വർണ്ണിക്കപ്പെട്ടും ഇരിക്കുന്നവയെ കീർത്തിച്ചാൽ മതി. എന്നാലോ കീർത്തനാദികൾ ചെയ്യുന്നത് ലജ്ജ ഉണ്ടാവരുത്. ഉറക്കെ ജപിക്കണം. അതാണ് പറയണത്. ഉറക്കെ ഒരു ലജ്ജയും കൂടാതെ ഉറക്കെ കീർത്തിച്ചു കൊണ്ടിരിക്കണം. വിഷയസുഖത്തിലുള്ള ആഗ്രഹത്താൽ അവ സിദ്ധിക്കണമെന്ന്, വിഷയസുഖങ്ങള് അങ്ങനെ ലഭിക്കണം എന്ന് ഒരു ഭാവന, ഒരു ചിന്ത ഉണ്ടാവാനും പാടില്ല. ഇങ്ങനെ വിഷയ വൈരാഗ്യത്തോടും മഹാന്മാർ പറഞ്ഞിരിക്കുന്നതിൽ ശ്രദ്ധയോടും കൂടി വേണം ഈ കഥാശ്രവണം, നാമസങ്കീർത്തനം ഇതെല്ലാം ചെയ്ത് സന്മാർഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അന്ധകരണത്തിൽ എത്രയോ കാലമായി പറ്റിയിരിക്കുന്ന രാഗദ്വേഷാദി ആ ചളികളൊക്കെ ക്രമേണ നീങ്ങും. കട്ടിയായി ഉറച്ചിരിക്കുന്ന മഞ്ഞുമലകള് സൂര്യോഷ്ണത്തില് ക്രമേണ അലിഞ്ഞ് നദിയായി പ്രവഹിക്കുന്നത് പോലെ ആ രാഗദ്വേഷാദി വൃത്തികളാൽ പ്രപഞ്ചസുഖത്തിൽ ബലമായ ആഗ്രഹത്തോടെയിരിക്കുന്ന അന്ധകരണം ക്രമേണ ശിഥിലമായിട്ട് ഭവിക്കും. അന്ധകരണത്തിന്റെ ഈ ശൈഥല്യം ഭക്തിയുടെ ആരംഭാവസ്ഥയാണ്. ഈ ഭക്തി അങ്ങനെ ഉറച്ചു വരുംതോറും പ്രപഞ്ചത്തിലെ വൈരാഗ്യം വർദ്ധിക്കും. പ്രപഞ്ച വൈരാഗ്യം വർദ്ധിക്കും തോറും ഈശ്വരന്റെ പരമാർത്ഥ സ്ഥിതി ഗ്രഹിക്കാൻ തക്ക ശക്തിയും നൈർമല്യവും അന്ധകരണത്തിന് ഉണ്ടാകും. ഇങ്ങനെ ക്രമേണ ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ ഈശ്വരനിൽ പരമപ്രേമ ലക്ഷണയായ ശുദ്ധഭക്തി അവിഛിന്നമായി പ്രവഹിക്കുകയും അപ്പോ ആ ഭക്തന്റെ അവസ്ഥ സാധാരണ ലൗകികന്മാരുടെ അവസ്ഥയിൽ നിന്ന് തികച്ചും വിലക്ഷണമായി ഭവിക്കുകയും ചെയ്യുമെന്ന് അടുത്ത ശ്ലോകത്തില് പറയുന്നു. ഏവം വ്രത സ്വപ്രിയ നാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ ഹസത്യഥോ രൗദി ഗായതി ഉന്മാദവത് നൃത്യതി ലോകബാഹ്യ. ഭഗവത് കഥാശ്രവണങ്ങളിൽ വ്രതത്തോടു കൂടിയിരിക്കുന്ന പുരുഷൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ നാമങ്ങൾ സങ്കീർത്തനം ചെയ്യുന്തോറും ഭഗവാനിലുള്ള അനുരാഗം അങ്ങനെ വർദ്ധിച്ചു വരും. അപ്പോ അന്ധകരണം ആർദ്രമായിട്ട് ഭവിക്കുന്നു. ആ സമയത്തില് ലൗകികങ്ങളായ ആ സുഖങ്ങള് അനുഭവിക്കുമ്പോഴും ഉണ്ടാകാത്ത ഒരു പരമസുഖം ഹൃദയത്തിൽ എങ്ങനെ അനുഭവപ്പെടും. അപ്പോൾ അവൻ തന്നെത്താൻ മറന്നുകൊണ്ട് ചിലപ്പോ ഉച്ചത്തിൽ ചിരിക്കുന്നു. ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭഗവാൻ ഭക്തന്മാർക്ക് അധീനനായിരിക്കുന്നു. അവരുടെ ഇഷ്ടം സാധിപ്പിക്കുന്നു. ഒരിക്കലും ഒരു ദിക്കിൽ നിന്നും പരാജയം അനുഭവിക്കാത്ത ഭഗവാൻ ഭക്തവത്സലൻ, ഭക്തന്മാരിൽ പരാജയം പ്രാപിച്ചവനെന്ന പോലെ അവരുടെ ഇഷ്ടം സാധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ താനെ ചിരിക്കുന്നു. അങ്ങനെയാണ്, അതാണ് ചിരിക്കുന്നത്. ചിലപ്പോ കരയുന്നു. ഇത്ര കാലവും ഭഗവത് ഭജനം ചെയ്യാതെയും പരമാനന്ദപ്രദനായ ഭഗവാനോട്
ചേരാതെ ഇരുന്നതിനെ ആലോചിക്കുമ്പോൾ പരമസങ്കടം തോന്നുകയും അതുകൊണ്ട് കരയുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഉറക്കെ നിലവിളിക്കണം. ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം ആലോചിച്ചിട്ടുള്ള സന്തോഷത്താൽ ഉച്ചമായിട്ട് ശബ്ദിക്കുന്നു. ചിലപ്പോൾ പാടുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത നാനാവിധ ലീലകളെ കുറിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോ കളിക്കുന്നു. ആ ലീലകളെ കുറിച്ച് ഗാനം ചെയ്യുമ്പോൾ അതോടുകൂടി തന്റെ മനസ്സും ലയിക്കയാൽ ഭഗവാൻ കാട്ടിയ ലീലകള് അഭിനയിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് താൻ എന്നുള്ള ഒരു തന്മയീഭാവം അനുഭവമായിട്ട് വരുമ്പോ ഈ കളി ഉണ്ടാവും എന്ന് ഭക്തിരസം അറിയുന്നവർക്കേ അനുഭവപ്പെടുകയുള്ളൂ. അവരിതൊന്നും വേറെ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും അവരാലോചിക്കില്ല. അവരങ്ങനെ അതിൽ ലയിച്ച് നൃത്തം ചെയ്യും. യജമാനന്റെ നില ഭൃത്യൻ നടിച്ചാൽ യജമാനന് സുഖാവില്ല അല്ലെ? യജമാനെ പോലെ ഭൃത്യൻ അതുപോലെയൊക്കെ കൽപ്പിക്കാൻ തുടങ്ങിയ ഭക്തൻ ഈ ഇങ്ങനെ അഭേദമായി ഭാവിക്കുന്നത് ഭഗവത് സന്തോഷത്തിനായിട്ട് വരില്ല എന്ന ശങ്ക ചിലർക്കുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവരോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറയും. യജമാനൻ വേറെ താൻ വേറെ എന്ന് ഭാവിക്കുന്നത് ഭൃത്യത്വം പരിപൂർത്തിയാവാത്തതിന്റെ ലക്ഷണമാണ്. ഞാനും ഉത്തമ ഭൃത്യൻ എങ്ങനെ വിചാരിക്കുക? നിർവ്യാജമായ പ്രേമ നിമിത്തം യജമാനനും താനും ഒന്ന് തന്നെ എന്ന് കരുതും. അപ്പോൾ മാത്രമേ യജമാനു വേണ്ടി താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തനിക്ക് ഭാരമായിട്ട് തോന്നാതെ ഇരിക്കുള്ളൂ. അപ്പോ ചതി, വഞ്ചന മുതലായിട്ടുള്ള ദോഷഭാവങ്ങള് ഒന്നും അവനിൽ ലേശം കാണില്ല. ഈ നില ഭൃത്യന് വരുമ്പോൾ യജമാനൻ യഥാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങും. യജമാനന്റെ കാര്യം നോക്കുക എന്ന ഒരു വേലയല്ലാതെ വേറെ യാതൊരു കാര്യവും ഈ ഭൃത്യനില്ല എന്ന് വരുമ്പോ യജമാനന് ഭൃത്യനിൽ ഉണ്ടാവുന്ന സ്നേഹവിശേഷം എങ്ങനെയിരിക്കും എന്ന് ഊഹിക്കുന്നതാണ് നല്ലത് അല്ലെ? ഇതല്ലേ ഒരു ഭൃത്യന്റെ ഉത്തമ ലക്ഷണം. പക്ഷെ ഈ മാതിരി ഭൃത്യന്മാര് സുലഭല്ല, വളരെ വളരെ ദുർലഭം തന്നെയാണ്. യഥാർത്ഥമായിട്ട് സ്വാമിയെ സ്നേഹിക്കുന്ന ഒരുവന് സ്വാമിക്ക് തന്നിൽ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്ത ഉണ്ടാവില്ല. അവന്റെ മനസ്സില് ഭേദഭാവന ഇല്ലാതെ ആകുമ്പോ യജമാനൻ ഭൃത്യന് ദാസനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയി വരുന്ന സമ്പ്രദായം. ഇത് എത്ര ആശ്ചര്യകരം അല്ലെ? അത്ഭുതം തന്നെ. ലൗകിക സമ്പ്രദായം കൂടി ഇങ്ങനെ ഇരിക്കെ സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവിനെ ഭജിക്കുന്ന ഉത്തമ ഭക്തൻ ഭഗവാന്റെ പേരിലും ഭഗവാൻ ഭക്തന്റെ പേരിലും ഏത് വിധം ഇരിക്കും എന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് അഭിന്നൻ എന്ന ഭാവനയോടെ നർത്തനാദികൾ ചെയ്യുന്നത് വിചാരപൂർവമല്ല, ആനന്ദാനുഭവം നിമിത്തം ഉന്മത്തനെ പോലെ കാട്ടുകയാണ്. ചിത്തഭ്രമമുള്ളവൻ വിചാരപൂർവമല്ല പ്രവർത്തിക്കുന്നത്. ഏതോ വിധമായ ഒരു വൃത്തി അവനെ പ്രേരിപ്പിക്കണം. അവൻ എന്തെല്ലാമോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഭക്തനും ഭഗവാനിലുള്ള പരമസ്നേഹാധിക്യത്താൽ തന്നെത്താൻ മറന്ന് പിശാചു പിടിച്ചവൻ എന്ന പോലെ, ഭ്രാന്ത് പിടിച്ചവൻ എന്ന പോലെ, തന്റെ ദേഹഭാവന പോലുമില്ലാതെ ലോകത്തിൽ നിന്ന് പുറത്തു വന്നവനെ പോലെ ലൗകികമായ മാനം, അപമാനം, ലജ്ജ, സുഖം, ദുഃഖം എന്നീ വൃത്തികളിൽ നിന്നൊക്കെ അകന്നവനായിട്ട് ഇങ്ങനെ ഹാസാദി വ്യാപാരങ്ങൾ ചെയ്യണം. ഈ മഹാൻ അനുഭവിക്കുന്നത് ലോകസാധാരണമായ സുഖമല്ല, അലൗകികവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും അന്യ വിഷയ സംസർഗം കൊണ്ടുണ്ടാകാത്തതും ഭേദബുദ്ധി ഇല്ലാതായതിനാൽ അദ്വിതീയമായും അകൃത്രിമമായും ഇരിക്കുന്ന ആത്മാനന്ദം ആത്മാവിൽ തന്നെ വിളങ്ങിയതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. ഇതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശമില്ല. ദീപത്തെ പ്രകാശിപ്പിക്കാൻ അന്യദീപപ്രഭയുടെ അപേക്ഷ ഇല്ലാത്തതുപോലെ ആത്മാനന്ദം വിളങ്ങുവാൻ അന്യപ്രകാശം ആവശ്യമില്ല. അങ്ങനെ പരമാനന്ദം അനുഭവമായി വരുന്നത് തന്നെയാണ് സർവ യോഗാനുഷ്ഠാനത്തിന്റെയും ഫലം. ഭക്തിയോഗം ഏവർക്കും സുഖം, സകലരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ഭക്തി ദൃഢമായി വരാൻ ഇനി ഇതാ ഒരു ഉപായം പറയാൻ അടുത്ത ശ്ലോകം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.